വീട്ടിൽ തന്നെ കിടിലനൊരു പിസ്സ ഉണ്ടാക്കിയാലോ? അവനില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുറെ നാളായിട്ട് ഉണ്ടാക്കാതെ മാറ്റി വെച്ച റെസിപ്പിയാണ്. എന്തായാലും ഇന്നത് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് ഈസ്റ്റും പഞ്ചാരയും കൂടെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് മൈദയിലോട്ട് അതും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമ്മുടെ മാവ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് കുറഞ്ഞ ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഇതിലോട്ട് വേണ്ട കുറച്ച് ക്യാപ്സിക്കം സവാള എല്ലാം അരിഞ്ഞെടുക്കുന്നു. കൂടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസും ചേർത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ പരിപാടിയും കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പിസ്സ സോസ് റെഡിയാക്കാം. ഒഴിച്ചൊരു 4 വെളുത്തുള്ളി, കുനുകുന അരിഞ്ഞ സവാള, പിന്നെ തക്കാളിയിലോട്ട് ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ്, മുളക് പൊടി, ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി അത് നല്ലപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കെച്ചപ്പും ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ നമ്മുടെ പിസ്സ സോസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിസ്സയുടെ 90% പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്താൽ മാത്രം അതിലോട്ട് കുറച്ച് ബട്ടർ കഴിച്ച് നമ്മുടെ മാവ് പരത്തി ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിലോട്ട് പിസ്സ സോസും നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾ ഫ്രൈ ചെയ്ത ചിക്കനും, ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ മുകളിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് ചീസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ കിഡിലും പിസ്സ റെഡിയാണ്. അപ്പൊ ബൈ ഗൈസ്.